2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്താണ് യോഗം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ യോഗത്തിനു ശേഷം ആദ്യമായാണ് സിൻഡിക്കേറ്റ് ചേരുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗം, 2 മാസത്തിനു ശേഷമുള്ള യോഗം, ചില കാര്യങ്ങളിൽ ഉള്ള കർക്കശമായ ചിലരുടെ നിലപാടുകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഏകദേശം 11 മണിയോടുകൂടിയാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയെങ്കിലും അത് അംഗീകരിക്കാൻ മോഹനൻ കുന്നമേൽ VC തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഹനൻ കുന്നമേൽ VC അദ്ദേഹത്തിൻ്റെതായ ഒരു രജിസ്ട്രാർ മിനി കാപ്പനെ സ്വന്തം രജിസ്ട്രാറായി നിയമിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ മിനി കാപ്പൻ വഴിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രജിസ്ട്രാർ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല. അതേസമയം രജിസ്ട്രാർ എന്ന നിലയിൽ KS അനിൽകുമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് സൂചന. കാരണം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി രജിസ്ട്രാർ KS അനിൽകുമാർ തന്നെ നൽകിയ ഹർജി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ ഹർജി നിലനിൽക്കുന്ന ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്താൽ ഹർജിയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് അനിൽകുമാർ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലാത്തത്. പക്ഷേ മിനി കാപ്പിനെ രജിസ്ട്രാറായി നിലനിർത്തിക്കൊണ്ട് യോഗം ആരംഭിച്ചാൽ അത് എതിർക്കണം എന്നുള്ള നിലപാടിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അല്ല എങ്കിൽ യോഗത്തിലേ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാലോ എന്ന ആലോചനയുമുണ്ട്. എന്തായാലും 11 മണിക്ക് പ്രധാനമായി യോഗം ചേരുന്നത് അക്കാദമിക് വിഷയങ്ങൾ, PhD ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള അക്കാദമിക് വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതേസമയം കേരള സാങ്കേതിക സർവകലാശാലയും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. അതും 3 മാസത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. നേരത്തെ കോറം ചെയ്യാതെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ പിരിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരുകയും ബജറ്റ് നിർദ്ദേശങ്ങൾ പാസ്സാക്കുകയും ചെയ്തിരുന്നു. ആ ബജറ്റ് നിർദ്ദേശങ്ങൾ ഇന്ന് സിൻഡിക്കേറ്റ് പരിഗണിച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ജീവനക്കാർക്ക് ശമ്പളം അടക്കം മുടങ്ങിയ സാഹചര്യമുണ്ട്. അത് നൽകാനുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ക്രിസ്റ്റീന. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കേരള സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും കാര്യത്തിൽ വിവിധ അപ്ഡേറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് കേരള സർവകലാശാല. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്താണ് യോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.